എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എൻ്റെ വിനീതമായ നമസ്കാരം. ഞാനിന്നിവിടെ ചൊല്ലുന്ന കവിത കൊറോണ. 2019 മുതൽ 2021-22 കാലഘട്ടം വരെ ഈ ലോകത്തെ പിടിച്ചു കുലുക്കിയ ഒരു വലിയ ദുരന്തത്തിലാഴ്ത്തിയ രോഗം കൊറോണ. എത്രയോ ജീവിതം പുലിഞ്ഞുപോയി, എത്രയോ ജനങ്ങൾ അനാഥരായി. അത്രമാത്രം ഭീതിതമായ ഒരു രോഗമായിരുന്നു കൊറോണ. ആ കൊറോണയെ പറ്റി 2 വരികൾ എഴുതിയതാണ് എൻ്റെ ഈ കവിത. മാരകമായ മഹാമാരിയൊന്നിത കൊറോണയായി സംഹാരകയായി ആരോഗ്യശാസ്ത്ര ഗവേഷകർ ചൊല്ലിപ്പോൾ COVID-19 എന്ന പരനാമം. മാരകമായ മഹാമാരിയൊന്നിത കൊറോണയായി സംഹാരകയായി ആരോഗ്യശാസ്ത്ര ഗവേഷകർ ചൊല്ലിപ്പോൾ COVID-19 എന്ന പരനാമം. വിശ്വം ജയിച്ചവർ, വിസ്മയം തീർത്തവർ, വിപ്ലവാധിപത്യ രാഷ്ട്രങ്ങളും സർവരും തമസിൽ ഉഴറി നിന്നിടവേ മാർഗവും ലക്ഷ്യവും എത്ര ദൂരെ. വിശ്വം ജയിച്ചവർ, വിസ്മയം തീർത്തവർ, വിപ്ലവാധിപത്യ രാഷ്ട്രങ്ങളും സർവരും തമസിൽ ഉഴറി നിന്നിടവേ മാർഗവും ലക്ഷ്യവും എത്ര ദൂരെ. കാർക്കശ്യമായ നയങ്ങളാൽ നാടിൻ്റെ ബഹുസ്വരത നിർജീവമായിരിക്കാൻ ശിഥിലീകരിച്ച സമത്വം വിതയ്ക്കവേ കാട്ടുതീയായി കൊറോണ എത്തി. കാർക്കശ്യമായ നയങ്ങളാൽ നാടിൻ്റെ ബഹുസ്വരത നിർജീവമായിരിക്കാൻ ശിഥിലീകരിച്ച സമത്വം വിതയ്ക്കവേ കാട്ടുതീയായി കൊറോണ എത്തി. രാഷ്ട്രീയ പ്രേരിതമാകും അജണ്ടകൾക്കപ്പുറം നാം ഇതിലൊന്നാകണം. നിർഭയം നിശ്ചയദാർഢ്യവും കൊണ്ട് നാം ഈ മഹാമാരി തുരത്തിടണം. രാഷ്ട്രീയ പ്രേരിതമാകും അജണ്ടകൾക്കപ്പുറം നാം ഇതിലൊന്നാകണം. നിർഭയം നിശ്ചയദാർഢ്യവും കൊണ്ട് നാം ഈ മഹാമാരി തുരത്തിടണം.